ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലില് ഇനി വരാൻ പോകുന്ന വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ താര ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് പോകുവാണ്. താര മരിച്ചോ ജീവനോടെ ഉണ്ടോ ഒന്നും തന്നെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചില്ല കേട്ടോ. നമ്മുടെ മനോഹറിന്റെ സരയുവിന്റെയും കാര്യങ്ങളാണ് വീക്കെൻഡ് പ്രൊമോ മൊത്തം കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ താരനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. നമ്മുടെ സരയു വീണ്ടും ഷായുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ഇനി ഞാൻ ആരെയും ആശ്രയിക്കുന്നില്ല, ഇനി ഒരു ഗുണ്ടകളെ വിൽക്കാനും വെക്കാനും പോകുന്നില്ല, അമ്മമാരായിട്ടുള്ള നിങ്ങളുടെ അടുത്തൊന്നും ഞാൻ ഒരു കാര്യവും പറയുന്നില്ല, ഞാൻ നേരിട്ട് ഇറങ്ങി പുറപ്പെടാൻ പോവാണ്. കല്യാണി എന്ന് പറഞ്ഞ ശല്യത്തെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് ഇറങ്ങി പുറപ്പെടാൻ പോവാണ്. ഇനി ഈ കാര്യത്തിൽ കിരണിനെ കണ്ടുപിടിച്ച് അവനെന്നെ കാട്ടിൽ കൊണ്ടേ മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കണമെങ്കിൽ ഭക്ഷിക്കാൻ കൊടുത്തോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എന്റെ ശരീരത്തെ ജീവന്റെ ഒരു തുടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ കല്യാണിനെ ഇല്ലാതാക്കിയിരിക്കും എന്ന് പറയാണ്. ഷാരി പണ്ട് മോളെ, നിനക്ക് വേണ്ടിയല്ല മോളെ ഞാൻ ജീവനോടെ ഉള്ളത്, എനിക്കെല്ലാം ഒന്നുമില്ല, ആകുള്ളത് നീ മാത്രാണ്, നീ എന്റെ സ്വന്തമല്ല. പക്ഷെ ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് വിചാരിക്കണ നിന്നെയാണ്. വേണ്ട മോളെ, മോൾ ഒരു കടുങ്കയും ചെയ്യല്ലേ, ഞാനില്ല മോളെ നിനക്ക്, മോളെ നമുക്ക് ഉള്ളത് കൊണ്ട് ജീവിക്കാം. വേണ്ട, എനിക്കത് പറ്റില്ല, എനിക്ക് അത്രമാത്രം പകയാണ് മനസ്സില്. കല്യാണി അവളെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും, നിങ്ങൾ നോക്കിക്കോ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു അവസരം കിട്ടിയാൽ ഞാൻ അവളെ കൊന്നിരിക്കും. അഥവാ ആ കൊലപാതകം കിരൺ കണ്ടുപിടിക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ കിരണിന്റെ ഭാര്യയായിട്ട് ഇനിയുള്ള കല്യാണം സുഖമായിട്ട് ജീവിക്കും. അതല്ല, ഞാനാണ് കല്യാണിനെ കൊന്നെന്ന് കിരൺ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, എന്റെ ജീവിതം അതോടെ തീർന്നു. കാട്ടിലെ മൃഗങ്ങളുടെ മുമ്പിൽ ഞാൻ ധൈര്യത്തോടെ ചിരിച്ചുകൊണ്ട് നിന്നു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സരയു അവിടുന്ന് പോവാട്ടോ. ഷാരിക്കാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് കാണിക്കണത് നമ്മുടെ മനോഹരനെയാണ്. മനോഹറിന്റെയൊക്കെ ജയിൽ വാർഡൻ വന്ന് പറയണ്ടേ, എടാ മനോഹരെ, നിനക്ക് നാളെ പരോള് കിട്ടും കേട്ടോ, നാളെ രാവിലെ 5 മണിയാകുമ്പോഴേക്കും നിനക്ക് പുറത്തേക്ക് ഇറങ്ങാം. നിന്റെ അടുത്തൊരു കാര്യം പ്രത്യേകം പറയാം, ഇവിടുന്ന് പരോളിന് പോയ രാഹുലിന്റെ അവസ്ഥ അറിയാലോ, വിക്രത്തിന്റെ അവസ്ഥ അറിയാലോ, അതൊക്കെ മനസ്സിൽ വെച്ചിട്ടും പുറത്തേക്ക് പോവാൻ. അപ്പൊ പ്രകാശം പണ്ട്, സാറേ വിക്രത്തിനെയും രാഹുലിനെയും പോലെയാണ് മനോഹർ, ഇവൻ നല്ലൊരു ചെറുപ്പക്കാരനല്ലേ. എടോ, അവൻ ഇപ്പൊ നല്ല ചെറുപ്പക്കാരനായിരിക്കും, പക്ഷെ 1 വർഷം മുമ്പുള്ളവരുടെ ചരിത്രം ഇയാളൊന്ന് ആലോചിച്ച് നോക്ക്. അവനിപ്പോ 43 വയസ്സുണ്ട്, 42 വയസ്സുള്ളവരാ അവൻ. 21 വയസ്സ് മുതൽ 42 വയസ്സാണ്. എത്ര പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചു, എത്ര പെണ്ണുങ്ങളെ ജീവിതം തകർത്തു, എത്ര കുട്ടികളെ വഴിയാധാരമാക്കി, അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ ആ ഭർത്താവോ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇവന്റെ സ്വന്തം മക്കളൊക്കെ ഇപ്പൊ വലുതായിട്ടുണ്ടാവും, 10-20 വയസ്സൊക്കെ ഉണ്ടാവും. അവരാരെങ്കിലും ഇവനെ കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും. അപ്പൊ അങ്ങനെ എങ്ങനെ ഇവന്റെ മരണം സംഭവിക്കരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ പരോളിന് പോയിട്ട് നല്ലതായിട്ട് തിരിച്ചു വരാൻ നിൽക്കണം. അല്ലാതെ ഇവിടുന്ന് പോയ ചില ആൾക്കാർ തിരിച്ചു വന്നിട്ടില്ല, അതുപോലത്തെ ഒരു അവസ്ഥ ആവരുത് നിനക്ക്. കാരണം നിന്റെ സ്വഭാവം ഇപ്പൊ നല്ലതായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സൂക്ഷിച്ചും കണ്ടു വേണം. നിനക്കും ഉണ്ട് ശത്രുക്കൾ. നിന്നെ മുമ്പ് വിവാഹം കഴിച്ച പെണ്ണുങ്ങളെല്ലാവരും നിന്റെ ശത്രുക്കൾ തന്നെയാണ്. അതില് 10-60 പേരെ വിവാഹം കഴിച്ചിട്ടില്ലേ, അതില് 10-30 പേര് വേറെ വിവാഹം കഴിച്ചെന്ന് വിചാരിച്ചോ. ചിലപ്പോ ചില ആൾക്കാരെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിലോ, ചില പെണ്ണുങ്ങൾ ചിലപ്പോ നിനക്ക് പകയായിട്ട് നീ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിലോ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു വേണം നീ ഓരോ നീക്കം നടത്താനെന്ന് പറഞ്ഞിട്ടാണ് വാർഡൻ അകത്തേക്ക് പോവാണ്. അപ്പൊ പ്രകാശം പറയണ്ട്, ജയിൽ വാർഡൻ പറഞ്ഞാലും കാര്യമുണ്ട് മനോഹരൻ, നീ സൂക്ഷിക്കണം. നിന്റെ പഴയ ആ ഏതെങ്കിലും ശത്രുക്കളൊക്കെ നിന്നെ തെരഞ്ഞു വരുവാണെങ്കിൽ നീ സൂക്ഷിക്കണം. പിന്നെ ഇപ്പൊ കിരണും കല്യാണം നിനക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ അവരുടെ വീട്ടിൽ നിന്നോളാൻ. അത് മാത്രല്ല, വേണമെങ്കിൽ കിരണിന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടിൽ നിന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണെങ്കിൽ നിന്റെ മോളും ഉണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ താരയുടെ വീട്ടിലോ അവിടെ സരയും ഉണ്ട്. അപ്പൊ അങ്ങനെ നിനക്ക് മാറി മാറി നിൽക്കാം. വേറെ എവിടെയും നീ പോവല്ലോ കേട്ടോ. കാരണം നിന്നെ ഇപ്പൊ അത്രമാത്രം എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ആൺമകൻ ഒരെണ്ണുണ്ടായിരുന്നു വിക്രം, പിന്നെ 3 പെൺപിള്ളേരായിരുന്നു. അവരെ ഞാൻ കൊന്നു. എനിക്കിപ്പോ 3 പെൺമക്കൾ മാത്രമേ ഉള്ളൂ. എന്റെ പെൺമക്കളുടെ ജീവിതവും രക്ഷിക്കാനാ നീ ഗംഗപ്രസാദിനെ കൊന്നത്. അങ്ങനെയുള്ള നിന്നെ ഞാനിപ്പോ മകനെ പോലെയാ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നീ നല്ലതായിട്ട് സരയുവിന്റെയും കുഞ്ഞിന്റെയും കൂടെ ഈ ഒരു 10 ദിവസം അടിച്ചു പൊടിച്ച് നിന്നിട്ട് വാടാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയാണ്. പക്ഷെ മനോഹറിന് അപ്പോഴും എന്തൊക്കെയോ ടെൻഷൻ പോലെ കേട്ടോ. നീ ടെൻഷൻ ഒന്നും ആവണ്ട, എല്ലാം നന്നാവും. നാളെ രാവിലെ പോയിട്ട് വാ. പിന്നെ കിരണിന്റെയും കല്യാണത്തൊക്കെ എന്റെ അന്വേഷണം പറയണം, എന്റെ മക്കളെയൊക്കെ നീ ഒന്ന് പോയി കാണണം, കല്ലുമോനെയൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശം പറഞ്ഞു പോയാണ്. മനോഹർ രാവിലെ തന്നെ പരോളിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ താരയുടെ വീട്ടിലേക്കാണ് നേരെ പോണത്, സരയുവിനെ കാണാൻ വെച്ചിട്ട്. കാരണം സരയുവിന്റെ അടുത്ത് കുഞ്ഞുണ്ടെങ്കിലോ വെച്ചിട്ടാണ് നമ്മുടെ മനോഹർ ആദ്യം സരയുവിന്റെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ. ബെല്ലടിക്കുമ്പോ വാതിൽ തുറക്കുന്നത് സരയു തന്നെയാണ്. സരയു വിചാരിക്കണ താരയാണെന്ന് വെച്ചിട്ടാണ് വാതിൽ തുറക്കുന്നത്. തുറന്നു നോക്കുമ്പോ ദേ നിൽക്കുന്ന മുൻപിൽ മനോഹർ. മനുവേട്ട നിങ്ങളൊന്ന് ചോദിക്കുമ്പോ, അതേ സരയു, ഇന്ന് രാവിലെ എനിക്ക് പരോള് കിട്ടി. ആണോ? ആരും പറഞ്ഞില്ല പരോള് കിട്ടുന്ന കാര്യം. ചന്ദ്രസേനൻ സാർ ഇടപെട്ടിട്ടാ പരോള് നേരത്തെ ആക്കിയത്. സരയുവിനെ ആരും വിവരം അറിയിച്ചില്ലേ? ഇല്ല, തിരക്കായി പോയിണ്ടായിരിക്കും. ആ മനുവേട്ടൻ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മനോഹർ അകത്തേക്ക് കേറുന്നുണ്ട്.
മനോഹർ ചോദിക്കണ്ട്, മോൾ ഇവിടെയാണോ സരയോ അതോ ചന്ദ്രസേൻ സാറിന്റെയും രൂപമേടത്തിന്റെ വീട്ടിലാണോ? അവൾ അവിടെയാണ്, ഇവിടെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. താരാന്റെ ഇവിടെ ഇല്ലേ? എന്നോട് ദേഷ്യമായിരിക്കും അല്ലെ? അമ്മ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. മനോഹറിനെ കുടിക്കാൻ ചായ വേണോ കാപ്പി വേണോ? എന്താണെങ്കിലും മതി സരയു എന്ന് പറയാണ്. അങ്ങനെ സരയു ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് മനോഹറിന്. മനോഹർ പറയണ്ട, എങ്കിൽ ഞാൻ രൂപാന്റിയുടെ വീട്ടിൽ പോയിട്ട് കുഞ്ഞിനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മനോഹർ പോകാൻ പോകുമ്പോഴേക്ക് സരയു പറയുന്നുണ്ട്, ഇത്രയും നാള് ജയിലിൽ ഫുഡല്ലേ മനുവേട്ടൻ കഴിച്ചത്, ഇന്ന് ഞാൻ വെച്ച് വിളമ്പിയ ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും വിരോധം ഇല്ലെന്നുണ്ടെങ്കിൽ മനുവേട്ടൻ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ്. മനോഹറിന് ഭയങ്കര സന്തോഷമാവട്ടെ, കാരണം സരയുക്ക് ഇത്രമാത്രം തന്നോട് ഇഷ്ടമുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ മനോഹറിന് ഭയങ്കര സന്തോഷമാവാണ്. ശരി, എന്നാ ഫുഡ് കഴിച്ചിട്ട് മോളെ കാണാൻ പോവാന്ന് മനോഹറും വിചാരിക്കാണ്. സരയു അടുക്കളയിലേക്ക് കയറി സ്വയം വിചാരിക്കണ്ടോ, അവൻ എന്റെ മോളെ കാണാൻ പോവാണ്. ഇല്ലടാ, നീ എന്റെ മോളെ കാണാൻ വേണ്ടി ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് പോവില്ല. കല്യാണിനെ കൊല്ലാൻ വേണ്ടി വിഷം എടുത്ത് വെച്ച വിഷമുണ്ട് ഇവിടെ. നിനക്ക് ചോറി ഞാൻ ഇന്ന് അന്ത് കലക്കി തരാൻ പോവാടാ, നീയോ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നീ മരിക്കാൻ പോവാടാ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹറിന് വേണ്ടി ചോറും കറിയൊക്കെ ഉണ്ടാക്കാണ് സരയു. ശേഷം മനോഹറിനെ വിളിക്കണ്ട്, അതെ മനുവേട്ട ചോറും കറിയൊക്കെ ആയി, നമുക്കിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാലോ? അതിനെന്താ സരയു എന്ന് പറയണം. അങ്ങനെ സരയു ഭക്ഷണം വിളമ്പുന്നുണ്ട്, ചോറും കറികളൊക്കെ വിളമ്പുന്നുണ്ട്. അപ്പൊ മനു പറയണ്ട്, മുമ്പ് സരയുവിന് ഒന്നും വെച്ചുണ്ടാക്കാന്ന് അറിയില്ലെന്ന്, ഇപ്പൊ എല്ലാം പഠിച്ചു അല്ലെ? നമ്മുടെ ജീവിത സാഹചര്യമല്ലേ മനുവായിട്ട് നമ്മൾ ഓരോന്ന് പഠിപ്പിക്കണത്, എല്ലാം പഠിച്ചു എന്ന് പറയണം. അങ്ങനെ മനുവിന് ചോളം മെഴുകും. മനു ചോറൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അതിലൊരു കറിയിൽ നമ്മുടെ സരയു ഇങ്ങനെ വിഷം ചേർത്ത് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ആ കറി നമ്മൾ മനോഹറിനെ വിളമ്പി കൊടുക്കുകയാണ്. മനോഹർ കറിയൊക്കെ കൂട്ടി ആദ്യം ആ കറി എടുക്കാൻ മടിക്കുന്നുണ്ട്. പിന്നെ സരയു നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് മനുവായിട്ട് കഴിക്കുന്നൊക്കെ പറഞ്ഞ് കഴിപ്പിക്കുകയാണ്. അങ്ങനെ മനു ഭയങ്കര ഫുഡ് എല്ലാം തന്നെ കഴിക്കുന്നുണ്ട്. കഴിച്ചു കഴിയുമ്പോൾ തന്നെ മനുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാണ്. മനോഹറിനെ പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരലും തൊണ്ടവേദനയൊക്കെ വരുമ്പോഴേക്കും സരയു തന്റെ തനി സ്വഭാവം മനോഹറിന്റെ മുമ്പിൽ പുറത്തെടുക്കാണ്. അയ്യോ സരയു, എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് തൊണ്ടയിലൊക്കെ വല്ലാത്തൊരു വേദന, വല്ലാത്തൊരു സഹിക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത പരവേഷം പോലെ എന്നൊക്കെ മനോഹർ പറയുമ്പോ സരയു പറയണ്ട, അതേടാ നിനക്ക് പരവേഷം എടുക്കും, നിനക്ക് ഈ പരവേഷം എന്തിന്റെ പരവേഷം എന്നറിയാവോ? മരണത്തിന്റെ പരവേഷമാടാ, നീ മരിക്കാൻ പോവാ. സരയു, നീ എന്തൊക്കെയാ പറയണത്? നീ എന്താടാ വിചാരിച്ചത് ഞാൻ നിന്നെ സ്നേഹിക്കുവാണെന്നോ? എന്റെ മോളെ ഞാൻ നിന്നെ അച്ഛാതെ വിളിപ്പിക്കാന്ന് നീ വിചാരിച്ചോടാ? ഇല്ലടാ, ഒരിക്കലുമില്ല. എനിക്ക് നിന്നോട് പക മാത്രമുള്ളൂ, ദേഷ്യം മാത്രം. കിരണം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വന്നത്. അവർക്ക് സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ട്, എന്റെ മോളെ നോക്കേണ്ടത് അവരാണല്ലോ, അതുകൊണ്ട് മാത്രം. അല്ലാതെ നിന്നോട് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ലടാ. ഞാനേ നിന്നെ കൊല്ലാനുള്ള വിഷം നീ കഴിച്ച ഭക്ഷണത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, നീ ഇപ്പൊ മരിക്കാൻ പോവാടാ എന്ന് പറയാണ്. മനോഹർ അപ്പൊ തന്നെ സരയുടെ കഴുത്തിൽ കയറി പിടിക്കാൻ പോകുമ്പോഴേക്കും സരയു മനോഹറിന്റെ പിടിച്ച് തള്ളിയിടാണ്. മനോഹർ അപ്പൊ തന്നെ മറിഞ്ഞ് അവിടെ സോഫയിലേക്ക് വീഴാട്ടോ. സരയു പൊട്ടിച്ചിരിക്കാണ് മനോഹർ മരിക്കുന്നതും കാത്തിട്ട്. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമ്മുടെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചത്. എന്തായാലും മനോഹറെ രക്ഷപ്പെടുത്താൻ കല്യാണിയും കിരണം വരുമെന്ന് ഉറപ്പാണല്ലോ. മനോഹർ മരിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയിപ്പോ വീക്കെൻഡ് പ്രൊമോ ഫുള്ളും വന്നിട്ടില്ല, ഇന്നലെ TV കാണിച്ച പ്രൊമോ ഇത്രയും മാത്രം കാണിച്ചുള്ളൂ കേട്ടോ. എന്നാലും കല്യാണിയും കിരണം തന്നെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും വീക്കെൻഡ് പ്രൊമോ ഫുൾ വരുമ്പോഴേക്കും അതിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.